നമ്മൾ ടി ബി ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിന്റെ അതർ ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്നുള്ള രണ്ടാമത്തെ പാർട്ടിലേക്കാണ് ഇന്ന് നോക്കുന്നത്. അതിൽ ആദ്യം പറയാനുള്ളത് റേഡിയോഗ്രഫിയാണ്. സിമ്പിളായിട്ട് നമ്മുടെ എക്സ്റേ ഒക്കെയാണ് റേഡിയോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെസ്റ്റ് എക്സ്റേ ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് രണ്ട് ടേംസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇവിടെയാണ് ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ മൈക്രോബയോളജിക്കലി കൺഫേംഡ് ടി ബി, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ടി ബി. മൈക്രോബയോളജിക്കലി കൺഫേംഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് ബാക്ടീരിയ നമ്മൾ കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് കാണുകയോ ചെയ്യുന്നതാണ് മൈക്രോബയോളജിക്കലി കൺഫേംഡ് ടെസ്റ്റ്. അതായത് നമ്മുടെ സ്പ്യൂട്ടോ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാമ്പിളിൽ നിന്നായാലും നമുക്ക് ബാക്ടീരിയ കാണാൻ സാധിക്കണം. അങ്ങനെ കാണാൻ സാധിക്കാത്ത അവസരങ്ങളിലും നമ്മൾ ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ ക്ലിനീഷ്യൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് മറ്റ് ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ടി ബിയുടെ ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ടി ബി എന്ന് പറയാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ റേഡിയോഗ്രഫി അഥവാ എക്സ്റേ എന്ന് പറയുന്നത്. എക്സ്റേയിൽ ലീഷൻസ് കാണുന്നത് ടി ബിയുടെ ലക്ഷണമാണ്. പിന്നെ കൂടുതലായും എക്സ്ട്രാ പൾമണറി ടി ബി കണ്ടുപിടിക്കാനായിട്ട്, അതായത് പ്ലൂറൽ എഫ്യൂഷൻ, ചെസ്റ്റ് എക്സ്റേയിൽ പ്ലൂറൽ എഫ്യൂഷൻ കാണുന്നുണ്ടെങ്കിൽ, പിന്നെ പെരികാർഡിയൽ എഫ്യൂഷൻ കാണുന്നുണ്ടെങ്കിൽ, പിന്നെ അതും അല്ലെങ്കിൽ മെഡിയാസ്റ്റീനൽ അഡിനോപ്പതി, പിന്നെ മിലിയറി ടി ബി. മിലിയറി ടി ബി അറിയാമല്ലോ അല്ലേ? നമ്മൾ നേരത്തെ മിലിയറി ടി ബിയെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. മിലിയറി ടി ബി എന്ന് പറഞ്ഞാൽ മില്ലറ്റ് ഫോം ചെറിയ ചെറിയ അരിമണികൾ പോലെ ചെസ്റ്റ് എക്സ്റേയിൽ കാണാൻ സാധിക്കുന്നതാണ് മില്ലറ്റ് മോഡൽ അല്ലെങ്കിൽ മിലിയറി ടി ബി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെസ്റ്റ് എക്സ്റേ കൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ടെസ്റ്റ് ഇഗ്ര ആണ്. ഇഗ്ര ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇന്റർഫെറോൺ ഗാമ റിലീസ് അസേ എന്നാണ് ഇഗ്രയുടെ ഫുൾ ഫോം. ഇത് ആദ്യമേ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ടി ബിയുടെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല. ഇതിന് ഒരുപാട് പരിമിതികളുണ്ട് ഇഗ്രയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇത് കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് ഉപയോഗിക്കാറില്ല. ഒരു സപ്പോർട്ടിംഗ് ടെസ്റ്റ് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇഗ്ര കൂടുതൽ ഉപയോഗിക്കുന്നത് പൾമണറി ടി ബി പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ടി ബി പേഷ്യൻറ്റിൻ്റെ കോണ്ടാക്റ്റുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഇഗ്ര ഉപയോഗിക്കുന്നത്. എന്തിനാണ് പ്രൈമറി കോണ്ടാക്റ്റുകളെ നമ്മൾ കണ്ടെത്തുന്നത്? അവർക്കിപ്പോൾ നമ്മുടെ NTEPയിൽ നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന NTEP പ്രോഗ്രാമിൽ TPT എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ടി ബി പ്രിവെൻറ്റീവ് തെറാപ്പി. ആ ടി ബി പ്രിവെൻറ്റീവ് തെറാപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കോണ്ടാക്ട്സിനെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അതിന് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഇഗ്ര. ഇഗ്ര കൂടാതെ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് അഥവാ മാൻഡോ ടെസ്റ്റ്, പിന്നെ ഇപ്പോൾ മാൻഡോയ്ക്ക് പകരം വന്നിട്ടുള്ള മറ്റൊരു ടെസ്റ്റ് ഉണ്ട്, CYTB എന്ന് പറഞ്ഞ ടെസ്റ്റ്. അതൊക്കെ നമ്മൾ ഈ ലേറ്റന്റ് ടി ബി ഇൻഫെക്ഷൻ റൂൾ ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ MGIT എന്ന് പറഞ്ഞ ഒരു ട്യൂബിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞായിരുന്നു. അത് ലിക്വിഡ് കൾച്ചറാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ലിക്വിഡ് കൾച്ചറിൻ്റെ ഒരു മീഡിയത്തെക്കുറിച്ച് പറയാൻ വിട്ടുപോയായിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കാം. മിഡിൽ ബ്രൂക്ക് എന്നാണ് ലിക്വിഡ് കൾച്ചർ മീഡിയം അറിയപ്പെടുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ LJ മീഡിയം ഓർമ്മയുണ്ടല്ലോ, ലോവൻസ്റ്റീൻ ജാൻസൺ മീഡിയം, അത് സോളിഡ് മീഡിയം ആണ്. അപ്പോൾ ഈ രണ്ട് മീഡിയം ഓർത്ത് വെച്ചേക്കണം, മിഡിൽ ബ്രൂക്കും LJ മീഡിയവും. അടുത്തത് ജീൻ എക്സ്പേർട്ടിൻ്റെ വിഭാഗത്തിൽ പെടുന്നത് നമ്മൾ ഇന്നലെ നാല് കാറ്റഗറി നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ഒന്നും കൂടെ ജസ്റ്റ് റഫായിട്ടൊന്ന് പറയാം. ട്രൂനാറ്റ്, CBനാറ്റ് എന്നിവ. അത് എന്താണ് മെയിനായിട്ടും? അത് മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസിൻ്റെ പ്രസൻസ് അറിയാൻ സാധിക്കും. അതായത് മൈക്രോബയോളജിക്കൽ കൺഫർമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് ട്രൂനാറ്റും CBനാറ്റും. അതുകൂടാതെ ഇവ റിഫാംബിസിൻ്റെ റെസിസ്റ്റൻസും കണ്ടെത്താൻ സഹായിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പി പോലെ, അതായത് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി പോലെ സ്പെസിഫിസിറ്റി വളരെ കൂടുതലാണ്. അതായത് വളരെ കുറഞ്ഞ എമൗണ്ട് ബാക്ടീരിയൽ ലോഡ് ഉണ്ടെങ്കിൽ പോലും റിസൾട്ട് കാണിക്കുന്ന ഒരു പരിശോധനാ രീതിയാണ് ട്രൂനാറ്റും CBനാറ്റും. അതുപോലെ തന്നെ FLLPA, SLLPA ഈ രണ്ട് സംഭവം ഫസ്റ്റ് ലൈൻ പ്രോബ് അസേ എന്നാണ് FLLPA. SLLPA എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈൻ പ്രോബ് അസേ. ഫസ്റ്റ് ലൈൻ പ്രോബ് അസേയിൽ നമ്മൾ നോക്കുന്നത് മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസിൻ്റെ പ്രസൻസ് അറിയാൻ പറ്റും. അതുകൂടാതെ റിഫാംപിസിൻ്റെയും ഐസോനിയാസിഡിൻ്റെയും റെസിസ്റ്റൻസ് അറിയാൻ സാധിക്കും. സെക്കൻഡ് ലൈൻ LPAയിൽ
ഫ്ലൂറോക്വിനോൺസ് വിഭാഗത്തിൽപ്പെടുന്ന, അതായത് ഇന്നലെ പറഞ്ഞായിരുന്നു, ഫ്ലോക്സാസിൻ എന്ന് അവസാനിക്കുന്ന, അതായത് മോക്സി ഫ്ലോക്സാസിൻ, ലീവോഫ്ലോക്സാസിൻ തുടങ്ങി അവസാനിക്കുന്ന ഫ്ലൂറോക്വിനോൺസിന്റെ റെസിസ്റ്റൻസ് അറിയാൻ സാധിക്കും. അതുകൂടാതെ സെക്കൻഡ് ലൈൻ ഇഞ്ചക്റ്റബിൾ ഡ്രഗ്സുകളായ കാനാമൈസിൻ, അമികസിൻ, കാപ്രിയോമൈസിൻ തുടങ്ങിയ മെഡിസിനുകളുടെ റെസിസ്റ്റൻസും അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഹയർ റെസിസ്റ്റൻസുകൾ, അതായത് MDR, XDR, പ്രീ XDR, പിന്നെ റിഫാമിസിൻ റെസിസ്റ്റൻസ്, മോണോപോളി റെസിസ്റ്റൻസ്, അങ്ങനെ കുറേ റെസിസ്റ്റൻസ്, വിവിധ തരം റെസിസ്റ്റൻസുകളുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസുകൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ജീൻ എക്സ്പെർട്ട് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ റെസിസ്റ്റൻസ് അറിയാൻ പറ്റിയ മറ്റൊരു മാർഗ്ഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കൾച്ചർ മെത്തേഡുകൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ TB ഡയഗ്നോസിങ് മെത്തേഡുകൾ. ഇത് കൂടാതെ ഒരു ടേം കൂടെ പറയാം. ആ ടേമിൻ്റെ പേര് അപ്ഫ്രണ്ട് നാറ്റ് എന്നാണ്. അതായത് ഈ അടുത്ത കാലം വരെയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പി ആയിരുന്നു ആദ്യം ഈ പ്രസൻറ്റീവ് കേസുകൾ, അതായത് TB ഉണ്ടോ എന്ന് സംശയമുള്ള കേസുകൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നേരിട്ട് കഫ പരിശോധന നടത്താതെ ജീൻ എക്സ്പെർട്ട്, അതായത് CB നാറ്റോ ട്രൂ നാറ്റോ ആണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ട്രൂ നാറ്റോ CB നാറ്റോ ചെയ്യുന്നതിനാണ് നമ്മൾ അപ്ഫ്രണ്ട് നാറ്റ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നാറ്റ് ചെയ്യുന്നു. നാറ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. CB നാറ്റിൻ്റെ ഫുൾ ഫോം കാർട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള TB ഡയഗ്നോസ് ചെയ്യുന്ന മെത്തേഡുകൾ. ഓക്കെ, താങ്ക് യു.